അതാ ആ കൂട്ടുകാർ വരുന്നുണ്ട് കേട്ടോ. ഒരുമിച്ച് പഠിച്ച 2 കൂട്ടുകാർ. അവർക്ക് ഒരു സ്വപ്നമായിരുന്നു, ഒരു ബ്രാൻഡ് ആരംഭിക്കണം, ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് ആരംഭിക്കണം, അത് നിങ്ങൾക്ക് എത്തിക്കണം എന്നുള്ളത്. ഞാൻ കോട്ടയ്ക്കൽ ബൈപ്പാസിൽ അവരെങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. അതിരാവിലെ 4 മണിക്ക് തുടങ്ങിയ ജോലിയാണ്. ഒരു സംരംഭമാകുമ്പോൾ ആദ്യ തുടക്കത്തിലൊക്കെ വരി ഇങ്ങനെ സൈഡാക്കി നോക്കിയെടുക്കി വരി ബാബാ. ഓക്കെ, അസ്സലാമു അലൈക്കും. ഹായ്. ഓക്കെ, വരി ഇങ്ങോട്ട്. ഏതായാലും നിങ്ങളെ പുതിയ സംരംഭത്തിന് എല്ലാവിധ ആശംസകളും. സന്തോഷം. പേരൊന്ന് പറഞ്ഞു കൊടുക്കോ? ഇസുദ്ദീൻ. ഇയാളുടെ പേര്? മുഹമ്മദ് ഫയ്യാസ്. അപ്പോൾ ഇതിട്ടോ ബ്രാൻഡിൻ്റെ പേര് ഫ്രഷ് ലെബൻ എന്നാണ്. സംഭവം ഞാനൊരു കാര്യം കൂടെ പറയട്ടോ. ഇവരുടെ ഒരു ഡ്രീമായിരുന്നു, അപ്പോൾ അത് സക്സസ് ആയിട്ടുണ്ട്. ഇപ്പോൾ ആ സാധനം ഡെലിവറിക്ക് എഡിയിലാണ്. ഞാനിപ്പോൾ ഏകദേശം ഇന്നത്തെ ഡെലിവറി കഴിഞ്ഞോ? ഞാൻ എന്താ പറഞ്ഞിട്ടില്ല പ്രേക്ഷകരോട്? ഏകദേശം കഴിഞ്ഞു. ഹാപ്പിയാണ്? ഹാപ്പി. അപ്പോൾ എന്താ സംഭവം, പൊതുവേ നമ്മൾ നമുക്ക് വിവിധ ബ്രാൻഡുള്ള പാല് ലഭിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്, പാക്ക് ഉണ്ട്, ബ്രാൻഡഡ് ഒക്കെ ഉണ്ട്. അത് എത്രത്തോളം ഗുണകരമാണ്, ഹെൽത്തി ആണെന്നുള്ളത് ആർക്കും അറിയില്ല. നല്ല ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ, നമുക്ക് തന്നെ അറിയുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ട്. ഇവർക്കൊരു ഡ്രീമായിരുന്നു, ഒരു ഫാം ഇവർ സ്വന്തമായിട്ട് നടത്തി. ഞാൻ അവിടെ വിസിറ്റ് ചെയ്തു കേട്ടോ. പശുക്കളൊക്കെ വളർത്തി നല്ലൊരു ഫാം, നാട്ടിലേക്ക് ആളുകൾക്ക് നല്ല മിൽക്ക് നൽകുക എന്നുള്ളൊരു സ്വപ്നമാണ്. അതിപ്പോൾ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ നിങ്ങൾക്കും ഇവരുടെ ഭാഗമാവാം. അതായത് നിങ്ങൾക്ക് സാധനം വാങ്ങിക്കാൻ ഇവർക്ക് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട്. എന്താ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ പേര്? ഫ്രഷ് ലെബൻ. അപ്പോൾ എന്തൊക്കെ ഇന്നിപ്പോൾ എപ്പോൾ ഒന്ന് പറയാമോ? നിങ്ങൾ എവിടെയാണ് പഠിച്ചത് ഒരുമിച്ച്? നമ്മളെ രണ്ടുപേരും ഒരുമിച്ച് ദർസിൽ പഠിച്ച ആളുകളാണ്. നോക്കി നിങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് നേരത്തെ ഉണ്ട്, ഈ ഡ്രീം ഉണ്ട്? നമ്മൾ ഒരുപാട് കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പുതിയൊരു നല്ലൊരു ആളുകൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായി. അതിൻ്റെ പുറത്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ അവസാനം ഒരു മിൽക്ക് സപ്ലൈയിലേക്ക് എത്തി. ഇവര് സംഭവം എന്താ പറയുക, ഇവർ പാല് നല്ല ഗ്ലാസ്. എന്താ സ്പെഷ്യാലിറ്റി? നമ്മളെ പ്ലാസ്റ്റിക് ഒഴിവാക്കിയിട്ട് ഗ്ലാസിൻ്റെ ബോട്ടിൽ സപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. നമ്മളെ പാലെന്ന് വെച്ചാൽ അന്നത്തെ പാല് നമ്മൾ വീട്ടിൽ അന്ന് തന്നെ എത്തുന്നത് എന്നുള്ളതാണ് മെയിൻ ഹൈലൈറ്റ്. ഫാമിൽ നിന്ന് കറന്ന് കുറഞ്ഞ സമയം കൊണ്ട് വീട്ടിലെത്തും. ഓക്കെ. പിന്നെ അതിൻ്റെ പുറമെ ആ പാലിന് പാലിൻ്റെ ഒരു ക്രീം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, പാലിലുണ്ടാവും. അത് ഒഴിവാക്കാതെ ഏറ്റവും കൂടുതൽ കലോറീസ് ഉള്ള ഒരു പ്രിസർവേറ്റീവ്സും ആഡ് ചെയ്യാത്ത ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്യുവർ പാല്. നിങ്ങൾ വേറെ എക്സ്ട്രാക്ട് ഒന്നും എടുക്കുന്നില്ല, വേറെ നെയ്യ് ഇതിനൊന്നും വേണ്ടിയിട്ട് എടുക്കണില്ല. അങ്ങനത്തെ പാലാണ് നമ്മൾ സപ്ലൈ ചെയ്യുക. അടിപൊളി. സപ്ലൈന്റെ സമയമൊക്കെ ഒന്ന് പറയാം, എങ്ങനെയൊക്കെയാണ്? നമ്മള് രാവിലെ 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങും. 4 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ 4:30 ആകുമ്പോഴേക്കും ഫാമിലെത്തും. അപ്പോഴേക്കും നമുക്കുള്ള പാൽ അവിടെ റെഡി ആയിട്ടുണ്ട്, അവിടെ കറന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനുള്ള ഇതൊക്കെ ഉണ്ട്, അതിനുള്ള ലിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്, പണിക്കാരുണ്ടാവും. എന്നിട്ട് ഒരു 5 മണിയാകുമ്പോഴേക്ക് നമ്മൾ നമ്മളെ പാക്കിംഗ് യൂണിറ്റിലെത്തും. സുബി ജമാഅത്ത് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യുന്ന രൂപത്തിലാണ് ഇപ്പൊ നമുക്കുള്ള പരിപാടി. അതിന്റെ അടിയിൽ ഇതിപ്പോ എവിടെ പാല് കിട്ടും? ഇപ്പൊ തുടക്കത്തിൽ എവിടെയാണ്? തുടക്കത്തില് കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിലാണ് കൊടുക്കുക. മുനിസിപ്പാലിറ്റിയിൽ എവിടെ എത്തിക്കും? കോട്ടക്കൽ മുനിസിപ്പാലിറ്റി എത്തിക്കും. ഇപ്പോൾ നിലവിൽ ഓർഡർ ഒരുപാടുണ്ട്. അപ്പൊ ഇനി കിട്ടുന്നവർക്ക് എന്താ ചെയ്യേണ്ടത്? കിട്ടുന്നവർക്ക് നമ്മൾ നമ്പർ ഇതിൽ കൊടുക്കട്ടെ? കൊടുക്കും. സാധനം എത്തിക്കൂലേ? അപ്പൊ ഞാൻ ചോദിക്കണല്ല, അപ്പൊ ഇതിപ്പോ കോട്ടയക്കാർ മാത്രമേ ഉള്ളൂ? വലിയൊരു ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തില് നമുക്ക് മലപ്പുറം ജില്ല മൊത്തം ചെയ്യണം എന്നാണ് നമ്മുടെ ആഗ്രഹം, ഡ്രീം. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കോട്ടയം മുനിസിപ്പാലിറ്റിയാണ്. ഈ രീതിയിലാണ് ഫ്രഷ് ലെബൻ. അടിപൊളിയുള്ള നല്ല പ്യുവർ മിൽക്ക്. ഇനി നിങ്ങളുടെ വീട്ടിൽ ഉടൻ തന്നെ വിളിച്ചോളൂ കേട്ടോ. നാടൻ പാലുണ്ടല്ലോ, ഹെൽത്തി പാല്. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങളെ സംരംഭം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്താ പറയുക, 2 സുഹൃത്തുക്കൾ, അത് ഒരുമിച്ച് പഠിച്ച ആളുകൾ, അതും നല്ല ക്വാളിറ്റി സാധനം നിങ്ങൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ദേഹം ദർസ് പഠനമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ രണ്ടും ഉണ്ടാവില്ല. ഇനി ഒന്ന് പറഞ്ഞു കൊടുക്കി. ഞാൻ ദർസ് പഠിച്ചു കഴിഞ്ഞ് ഫാമിലി ബിരുദെടുത്ത് ഇറങ്ങിയതാണ്. എന്നിട്ട് ഇനിയിപ്പോൾ എന്തായിരിക്കും? ഇത് മാത്രമാവോ? അല്ല, ബ്രാൻഡ് മാത്രമാണോ? അല്ല, അത് നമ്മളൊരു സ്വപ്നമാണ്, ഡ്രീമാണ്. എന്തെങ്കിലുമൊക്കെ ആൾക്ക് ഉപകാരമുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിന്റെ പുറത്തുണ്ടായ ഒരു സംഭവം, ആശയമാണത്. അപ്പൊ രണ്ടും ഉണ്ടാവും. രണ്ടും ഉണ്ടാവും. ഏതായാലും വളരട്ടെ. ഏതായാലും നിങ്ങളെ ആശയം ഇങ്ങനത്തെ ആളുകളുടെ മനസ്സിൽ നിന്നുള്ള നല്ല ഈ പ്യൂരിറ്റി പാലിനുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അങ്ങനെ തന്നെ ആവട്ടെ.